ഹായ്. ഈ ഗേൾസിൻ്റെ പീരീഡ്സ് എന്താണെന്നുള്ള കാര്യത്തെ പറ്റിയിട്ടൊക്കെ ആണുങ്ങൾക്കൊരു ധാരണയൊക്കെ ഉണ്ടെങ്കിലും ഈ പീരീഡ്സിൻ്റെ സമയത്ത് അവർക്കുണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ് കാരണം അവർ എക്സ്പ്രസ് ചെയ്യുന്ന അവരുടെ ഇമോഷൻസ് ഏതൊക്കെ രീതിയിലാണ് എന്നുള്ളത് ആണുങ്ങൾക്ക് വലിയൊരു ധാരണ ഇല്ലാത്തൊരു കാര്യമാണ്. ഈ പീരീഡ്സിൻ്റെ സമയത്ത് മിക്ക ഗേൾസും ഭയങ്കര സെൻസിറ്റീവ് ആവും. അതായത് അവരുടെ അടുത്ത് പോയി അവരിങ്ങനെ ശല്യം ചെയ്യുന്നതോ അല്ലെങ്കിൽ ചുറ്റുപാടും കേൾക്കുന്ന ഈ ഒച്ചപ്പാടും ബഹളവും ഒക്കെ അവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാകും. അവർക്ക് ഏറ്റവും ഇഷ്ടം അവരുടെ ആ ഒരു പ്രൈവസിയിൽ എവിടെയെങ്കിലും മാറി ഒറ്റയ്ക്ക് ഇരിക്കാനായിരിക്കും. ഈ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും സ്റ്റോറീസ് കേട്ടാലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ന്യൂസ് കേട്ടാലൊക്കെ ഇവർക്ക് ഭയങ്കരമായിട്ട് വിഷമാവും. ഇവരതൊക്കെ ആലോചിച്ച് കുറേ സമയം ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വിഷമിച്ചിങ്ങനെ ഇരിക്കും. ഗേൾസ് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം സത്യം പറഞ്ഞാൽ വീട്ടിൽ തന്നെ എവിടെയെങ്കിലും ചുരുണ്ടുകൂടി ഇരിക്കുക എന്നുള്ളതാണ്. പുറത്തൊക്കെ പോവുക, കറങ്ങുക, സിനിമയ്ക്ക് പോവുക, ഫുഡ് കഴിക്കാൻ പോവുക, ഇതിനോടൊന്നും അവർക്ക് ആ സമയത്ത് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ പീരീഡ്സിൻ്റെ സമയത്ത് ഇവർ എക്സ്പ്രസ് ചെയ്യുന്ന മറ്റൊരു ഇമോഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ ചിലപ്പോൾ ചിരിച്ച് കളിച്ച് സംസാരിച്ചിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് എവിടെയെങ്കിലും പോയി ചിലപ്പോൾ വിഷമിച്ചിരിക്കുന്ന കാണാം, ചിലപ്പോൾ കരയുന്നത് കാണാം. അവരുടെ ഹോർമോണൽ ചേഞ്ചസ് കാരണം അവരുടെ ഇമോഷൻസ് പെട്ടെന്ന് ഇങ്ങനെ സ്വിച്ച് ആയിക്കൊണ്ടിരിക്കും. ഏറ്റവും പ്രധാനമായിട്ടും അവർക്ക് ലൈഫിൽ അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾ മാത്രമേ അവരുടെ അടുത്തേക്ക് വരാൻ ആ സമയത്ത് അവർക്ക് ഇഷ്ടമുണ്ടാവുള്ളൂ. അതുപോലെ അവരുടെ അടുത്ത് വന്ന് അവരെ ജസ്റ്റ് ഒന്ന് കെട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ ഒന്ന് സമാധാനിപ്പിക്കുക, അതൊക്കെ അവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ ഒരുപാട് നേരം അവിടെ ഇരുന്ന് ചൊറിഞ്ഞുകൊണ്ടിരുന്ന അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അവർ ചിലപ്പോൾ പെട്ടെന്ന് നമ്മളോട് ചൂടാവും. ഓക്കെ, പിന്നീടായിരിക്കും അവരതൊക്കെ ആലോചിച്ച് പിന്നെ കുറേ ഇങ്ങനെ വിഷമിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇവർ ചിന്തിച്ചു കൂട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ സെൽഫ് നെഗറ്റീവ് തോട്ട് ഭയങ്കരമായിട്ട് വരും. അതായത് ഞാൻ ഭയങ്കരമായിട്ട് മെലിഞ്ഞിട്ടാണ്, ഞാൻ തടിച്ചിട്ടാണ്, എന്നെ കാണാൻ രസമില്ല, ഓക്കെ, വെറുതെ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്ത് അതിനിങ്ങനെ കുറേ സമയം ഇങ്ങനെ ഇരിക്കും. ഇവർ ഈ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. അതായത് ഇപ്പം എന്താ പറയുക, അവരിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ വിചാരിച്ച പോലെ ആ കാര്യം അവർക്ക് ചെയ്തു തീർക്കാൻ പറ്റിയില്ല എന്നാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ദേഷ്യം വന്ന് അവർ ചിലപ്പോൾ പെട്ടെന്ന് അവർ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നൊക്കെ എഴുന്നേറ്റ് പോകും. നമുക്ക് ഈ പീരീഡ്സിൻ്റെ ഇടയിൽ ഇവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, മാക്സിമം അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതായത് അവർ നമ്മളോട് ദേഷ്യം പിടിക്കുന്നുണ്ടെങ്കിലോ വാശി കാണിക്കുന്നുണ്ടെങ്കിലോ അതൊക്കെ അവരുടെ ആ ഒരു പീരീഡ്സിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ആ ഒരു ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടാണ് അവർ നമ്മുടെ ദേഷ്യം പിടിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുക. ആ സമയത്ത് സത്യം പറഞ്ഞാൽ അവർക്ക് നമ്മളോടുള്ള സ്നേഹം കൂടത്തേ ഉള്ളൂ.